Welcome back to Bosco Campus Vision. This is the 43rd lecture of Web Design and Production for Business. Topic Thumbnails. Thumbnails. Thumbnails are intended to give your readers quick previews of images, and each image is linked to the full version of the real image. The basic idea of thumbnail is that you have to create a low quality version of a picture with smaller dimensions, and when the user clicks this thumbnail image, the original image with higher quality and real dimensions open. By creating thumbnail images, you can reduce the download time of a web page, so you can save visitors waiting time. You can create a thumbnail image link with the help of HTML link tag. The basic idea of the thumbnail is that you can offer a page full of images, and each one is linked to the full version of the image, giving your readers the option to preview any images they think they like to see in their full splendor, thus reducing the download time of a page. തംബ്നെയിൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? റീഡേഴ്സിന് ഇമേജസിൻ്റെ ഒരു ക്വിക്ക് പ്രിവ്യൂ കൊടുക്കാൻ വേണ്ടിയിട്ട്. അതെന്ന് പറയുന്ന ഒരു സ്മോൾ ഇമേജ് ആയിരിക്കും, എന്നാൽ അതിൽ എന്തായിരിക്കും, അതിൻ്റെ റിയൽ ഇമേജ് ലിങ്ക് ചെയ്തിട്ടും ഉണ്ടാവും. അപ്പം ബൈ ക്രിയേറ്റിംഗ് തംബ്നെയിൽ ഇമേജസ് യു ക്യാൻ റെഡ്യൂസ് ഹ്യൂജ്ലി ദ ഡൗൺലോഡ് ടൈം ഓഫ് എ വെബ് പേജ്. നമുക്ക് ആ വെബ് പേജിൻ്റെ ഡൗൺലോഡ് ടൈം എന്ത് ചെയ്യാൻ പറ്റും, റെഡ്യൂസ് ചെയ്യാൻ പറ്റും ഈ തംബ്നെയിൽ ഇമേജസ് ഇൻസേർട്ട് ചെയ്യുന്നതിലൂടെ. ആൻഡ് ഓൾസോ യു ക്യാൻ സേവ് വിസിറ്റേഴ്സ് വെയിറ്റിംഗ് ടൈം. മിക്കവാറും ഉള്ള വ്യൂവേഴ്സ് എല്ലാം എന്തായിരിക്കും, ഈ തംബ്നെയിൽ ഇമേജസ് നോക്കിയിട്ടായിരിക്കും ആ സൈറ്റിലോട്ട് അവർ എൻറ്റർ ചെയ്യുന്നതും ആ സൈറ്റിൽ സ്റ്റേ ബാക്ക് ചെയ്യണോ വേണ്ട എന്നൊക്കെ തീരുമാനിക്കുന്നതൊക്കെ ഈ തംബ്നെയിൽസൊക്കെ നോക്കിയിട്ടായിരിക്കും. There are two methods of creating thumbnails. First one is offering two images. Second one is offering one image. First one, offering two images. This is the way most thumbnail images are set up. You offer two images, one smaller to act as the thumbnail that is attached to the larger one. Offering two images എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതിൽ രണ്ട് ഇമേജസ് എന്ത് ചെയ്യുന്നു, ഇൻസേർട്ട് ചെയ്ത് വെക്കുന്നു. ഒന്ന് തംബ്നെയിലായിട്ട്, അതായത് ആ സ്മോൾ ഇമേജായിട്ടും അതിൽ ക്ലിക്ക് ചെയ്യുമ്പം അതിൽ എന്തായിരിക്കും, അതിൻ്റെ രണ്ടാമത്തെ ഇമേജ് എന്ത് ചെയ്യുന്നു, വ്യൂ ആവുന്നു. അങ്ങനെ രണ്ട് സെപ്പറേറ്റ് ഇമേജസ് ആയിരിക്കും ഇതിൻ്റെ അകത്ത് എന്ത് ചെയ്യുന്നത്, ഇൻസേർട്ട് ചെയ്ത് വെക്കുന്നത്, അതായത് അറ്റാച്ച് ചെയ്ത് വെക്കുന്നത്. ദി സ്മോളർ ഇമേജ് ഈസ് ജസ്റ്റ് ലിങ്ക്സ് ടു ദ ലാർജർ. അതായത് ഈ സ്മോളർ ഇമേജ് ലാർജർ ഇമേജിലേക്ക് എന്ത് ചെയ്യുന്നു, ലിങ്ക് ചെയ്ത് വെച്ചേക്കുവാണ്. അതിനുള്ള ടാഗാണ് താഴെ കൊടുക്കുന്നത്. ആംഗിൾ ബ്രാക്കറ്റ് എ നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു. എ എന്ന് പറഞ്ഞാൽ എന്താണ്, ആങ്കർ ടാഗ്. എ എന്ന് പറഞ്ഞാൽ ആങ്കർ ടാഗ്. HREF എന്തിനു വേണ്ടിയിട്ടായിരുന്നു, ഹൈപ്പർ റെഫറൻസ്, എവിടേക്കാണ് റെഫർ ചെയ്യുന്നതെന്നുള്ള ഇത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് HREF ഇസ് ഈക്വൽ ടു എന്താണ്, ആദ്യത്തെ ഇമേജ്, അതായത് ആ തംബ്നെയിൽ വരുന്ന ഇമേജാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. എന്താണ്, paperboy.gif എന്നുള്ള ഇമേജ്. പിന്നെ രണ്ടാമത്തെ ഇമേജാണ് എന്താണ്, IMG SRC ഇസ് ഈക്വൽ ടു എന്താണ്, PB1.gif എന്ന് പറഞ്ഞ രണ്ടാമത്തെ ഇമേജ്. എന്താണ്, ആങ്കർ ടാഗ് എന്ത് ചെയ്തു, ക്ലോസ് ചെയ്തു. അപ്പം ഇവിടെ രണ്ട് സെപ്പറേറ്റ് ഇമേജസ് ആണ് ഇൻസേർട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ആദ്യത്തെ സ്മോൾ ഇമേജ് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്തായിരിക്കും, രണ്ടാമത്തെ ലാർജ് ഇമേജ് അവിടെ വ്യൂ ചെയ്ത് കാണപ്പെടുന്നു. അതാണ് ഓഫറിങ് ടു ഇമേജസ്. രണ്ട് ഇമേജസിനെ ഇൻസേർട്ട് ചെയ്ത് ഒന്നിൽ വെച്ചേക്കുന്നു. ഇനി സെക്കൻഡ് വൺ എന്ന് പറയുന്നത് എന്താണ്, ഓഫറിങ് വൺ ഇമേജ്. ഓഫറിങ് വൺ ഇമേജ് മീൻസ് ഹിയർ വാട്ട് യു ഡു ഈസ് ഓഫർ ദ സെയിം ഇമേജ് ആസ് ബോത്ത് ദ തംബ്നെയിൽ ആൻഡ് ദ ലാർജർ ഇമേജ്. ഇവിടെ എന്ന് പറഞ്ഞാൽ രണ്ടും, അതായത് തംബ്നെയിൽ ഇമേജ് എന്ന് പറയുന്നത് ലാർജർ ഇമേജ് എന്ന് പറയുന്നത് ഒരൊറ്റ ഇമേജ് ആയിരിക്കും. അതായത് ആ ഒരു ഇമേജിനെ തന്നെ സ്മോളായിട്ടും ലാർജായിട്ടും നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുകയാണ്. This is done through the same link format as above, except that the thumbnail is created
ത്രൂ ദ യൂസ് ഓഫ് ഹൈറ്റ് ആൻഡ് വിഡ്ത്ത് കമാൻഡ്. അതായത് രണ്ടാമത്തെ ഇമേജ് നമ്മൾ പറഞ്ഞു ലാർജർ ഇമേജ് ആയിരിക്കും, അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് എന്ത് വെക്കുന്നു, ഹൈറ്റും വിഡ്ത്തും സെറ്റ് ചെയ്ത് വെക്കുന്നു. നമ്മൾ നേരത്തെ ഇമേജ് എന്ന് പറഞ്ഞ ലെക്ചറിൻ്റെ അകത്ത് നമ്മൾ നോക്കിയായിരുന്നു എങ്ങനെയാണ് ഇമേജിൻ്റെ ഹൈറ്റും വിഡ്ത്തും ചേഞ്ച് ചെയ്യുന്നതെന്നുള്ളത്. അപ്പം ഈ ഒരു ഇമേജിനെ, തംബ്നെയിൽ ഇമേജിനെ ലാർജർ സൈസിലായിരിക്കും അവിടെ കാണുന്നത്. അപ്പോൾ അതിനുള്ള ഫോമാറ്റാണ് താഴെ കൊടുത്തേക്കുന്നത്. AHREF ഇസ് ഈക്വൽ ടു paperboy.gif. അതായത് ആദ്യത്തെ ഇമേജാണ് paperboy.gif എന്ന് പറഞ്ഞ ഇമേജ്. അതിൻ്റെ കൂടെ തന്നെ paperboy.gif എന്ന് പറഞ്ഞ ആ സെയിം ഇമേജ് പിന്നെ എന്താണ് ഹൈറ്റ് സെറ്റ് ചെയ്ത് കൊടുത്തു. ഹൈറ്റ് ഇസ് ഈക്വൽ ടു 100 എന്നും അതുപോലെ തന്നെ വിഡ്ത്ത് ഇസ് ഈക്വൽ ടു എന്ത് കൊടുത്തു, 100 എന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. അതായത് ആദ്യത്തെ paperboy.gif എന്ന് പറഞ്ഞ ഇമേജിൽ ക്ലിക്ക് ചെയ്യുമ്പം പിന്നെന്താണ് ആ സെയിം ഇമേജ് തന്നെ അതിൻ്റെ ഹൈറ്റും വിഡ്ത്തും എന്താണ് ചേഞ്ച് ചെയ്തുകൊണ്ട് വലിയൊരു ഇമേജ് ആയിട്ട് അവിടെ സെറ്റ് ചെയ്യുന്നു. അതാണ് കൊടുത്തേക്കുന്നത്. ആങ്കർ ടാഗ് എന്ത് ചെയ്തു, ക്ലോസ് ചെയ്യുന്നു. ഇതാണ് ഓഫറിങ് 1 ഇമേജ് എന്ന് പറയുന്നത്. അപ്പം ആദ്യത്തെ ഓഫറിങ് 2 ഇമേജും സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഓഫറിങ് 1 ഇമേജും. ആദ്യത്തെ എന്ന് പറഞ്ഞാൽ 2 സെപ്പറേറ്റ് ഇമേജസ് ആയിരുന്നു സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിൽ ഒരൊറ്റ ഇമേജ് തന്നെ സെറ്റ് ചെയ്ത് കൊടുത്തേക്കുകയാണ്. ഈ ഒരു ഇമേജ് തന്നെ അതിൻ്റെ സൈസ് ചേഞ്ച് ചെയ്തുകൊണ്ടായിരിക്കും രണ്ടാമത്തെ ഇമേജ് നമ്മൾ കാണുന്നത്. അതായത് ആദ്യത്തെ ഇമേജിനെ രണ്ടാമത്തെ ഇമേജുമായിട്ട് എന്ത് ചെയ്യുന്നത്, ലിങ്ക് ചെയ്ത് വെച്ചേക്കുകയാണ്. അപ്പോൾ എന്തായിരിക്കും, ആദ്യം നമ്മൾ ക്ലിക്ക് ചെയ്ത് രണ്ടാമത്തത് ലോഡ് ചെയ്യാൻ കുറച്ച് ടൈം എന്ത് ചെയ്യും, കൂടുതലെടുക്കും. അതായത് തംബ്നെയിൽസ് ലോഡ് ചെയ്യുന്നതൊന്നും ആയിരിക്കത്തില്ല, അതിൻ്റെ ആക്ച്വൽ എന്താണ് സൈസിലും ക്വാളിറ്റിയിലും ആയിരിക്കും അത് ലോഡ് ചെയ്യുന്നത്. അപ്പം കുറച്ച് ടൈം ചിലപ്പം എടുക്കും. നെക്സ്റ്റ് വൺ ഈസ് റോൾ ഓവർ ഇമേജസ്. റോൾ ഓവർ ഇമേജ് ഈസ് ഓവർ ദം. റോൾ ഓവർ ഇമേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മൗസ് അതിൻ്റെ അകത്തൂടെ, അതായത് നമ്മുടെ മൗസ് ആരോ അതിൻ്റെ അകത്തൂടെ ആ ഇമേജിൽ കൂടെ പാസ് ചെയ്ത് പോകുമ്പോൾ എന്തായിരിക്കും, ആ ഇമേജിന് ചേഞ്ച് സംഭവിക്കുന്നു. അതാണ് റോൾ ഓവർ ഇമേജസ്. റോൾ ഓവർ ഇമേജ് ഒക്കെ 1 മാർക്കിന് ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. റോൾ ഓവർ ഇമേജ് ഈസ് ഇമേജ് ദാറ്റ് ക്യാൻ ചേഞ്ച് വെൻ മൗസ് ഈസ് ഓവർ ദം. In a rollover effect, an image web object changes on mouse over to another web object and reverse back to the original image on mouse out. The on mouse over and on mouse out attributes of the link tag are used to make this functional. അതായത് ഈ റോൾ ഓവർ ഇമേജസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് നമ്മൾ മൗസ് ആ ഇമേജിൻ്റെ പുറത്തൂടെ പോകുമ്പം എന്താ ചേഞ്ചസ് സംഭവിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റോൾ ഓവർ ഇമേജസിനെ സെറ്റ് ചെയ്യുന്നത്. അപ്പം അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന 2 ആട്രിബ്യൂട്ട്സ് ആണ് ഓൺ മൗസ് ഓവറും ഓൺ മൗസ് ഔട്ടും. അതായത് മൗസ് അതിൻ്റെ അകത്തോട്ട് കയറുമ്പം ചേഞ്ച് സംഭവിക്കാനും അതുപോലെ തന്നെ മൗസ് അതിൽ നിന്ന് ലീവ് ചെയ്യുമ്പം ചേഞ്ച് സംഭവിക്കാനും വേണ്ടിയിട്ടുള്ള 2 ആട്രിബ്യൂട്ട്സ് ആണ് ഓൺ മൗസ് ഓവർ ആൻഡ് ഓൺ മൗസ് ഔട്ട്. The rollover images are made up of 2 images. One appears without mouse over and another after mouse over at same place. It gives a rollover or changing effect in the image. Hence, for creating rollover, always 2 images are required. അപ്പം എന്താണ് റോൾ ഓവർ ഇമേജ്? നമുക്ക് എഴുതാൻ പറ്റുന്ന റോൾ ഓവർ ഇമേജ് ഈസ് ആൻ ഇമേജ് ദാറ്റ് ക്യാൻ ചേഞ്ച് വെൻ മൗസ് ഈസ് ഓവർ ദം. അതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന 2 ആട്രിബ്യൂട്ടുകളാണ് ഓൺ മൗസ് ഓവർ ആൻഡ് ഓൺ മൗസ് ഔട്ട്. ടുഡേയ്സ് അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ ഈസ് വാട്ട് ആർ തംബ്നെയിൽസ്? സെക്കൻഡ് ക്വസ്റ്റ്യൻ ഡിഫൈൻ റോൾ ഓവർ ഇമേജസ്. തംബ്നെയിൽസ് എഴുതുമ്പം അത് ആ 2 ടൈപ്പും എഴുതണം. അതിൻ്റെ അകത്ത് അതായത് ഓഫറിങ് 1 ഇമേജും ഓഫറിങ് 2 ഇമേജസും സ്പെസിഫൈ ചെയ്ത് എഴുതിയിരിക്കണം.